തകർക്കപ്പെട്ട കല്ലറയ്ക്കപ്പുറം തുറക്കപ്പെട്ട സ്വർഗവാതിലിൻ്റെ കാഹളമാണ് ഈസ്റ്റർ. ഉരുട്ടിമാറ്റപ്പെട്ട കല്ലിനപ്പുറം മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപഭാരം നീങ്ങിയതിൻ്റെ ആനന്ദഗീതമാണ് ഈസ്റ്റർ. ശൂന്യമായ കല്ലറയ്ക്കപ്പുറം വരുന്നാളിൽ ഒരു നാൾ ഈ പ്രപഞ്ചത്തിലെ സകല കല്ലറകളും ശൂന്യമാകും എന്നുള്ള പ്രത്യാശയാണ് ഈസ്റ്റർ. പെസഹാ ത്രിദിനത്തിലെ 3-ാം ദിനമായ ഉയർപ്പ് തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ ഏറ്റവും സ്നേഹത്തോടെ ഏവർക്കും നേരുന്നു. 40 നാളിൻ്റെ ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും അതിനുശേഷം ഈ 3 ദിനങ്ങൾ, പെസഹാ ത്രിദിനത്തിലെ 3 ദിനങ്ങൾ, ആ 3 ദിനങ്ങൾ ആനന്ദഗീതമായി മാറാനുള്ള ഉയർപ്പിൻ്റെ വലിയ സന്തോഷം മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുന്നതിൻ്റെ ഒക്കെ ഒരു കമ്പേന്യമായിരുന്നു. 1-ാം ദിനത്തിൽ അവൻ തന്നെ തന്നെ വെച്ചു വിളമ്പുന്ന ദ ഡേ ഓഫ് ലോഫ്, അപ്പത്തിൻ്റെ ദിനമായിരുന്നു. 2-ാം ദിനമാകട്ടെ അവൻ പറഞ്ഞ വാക്കുകളെ തൻ്റെ രക്തം കൊണ്ട് തുല്യം ചാർത്തിയ ദ ഡേ ഓഫ് ലവ്, കാൽവരി മലമുകളിൽ തൻ്റെ രക്തം കൊണ്ട് അവനത് തുല്യം ചാർത്തി. 3-ാം ദിനമായ ദ ഡേ ഓഫ് ലൈഫ്, അത് ഈ ഉദ്ധാനത്തിൻ്റെ ദിനമാണ്. ദൈവം മരണത്തെ ജയിച്ച് കല്ലറയെ തകർത്ത് കാവലിനെ തടുത്തുമാറ്റി കല്ലുരുട്ടി മാറ്റി ജീവന്റെ പുലരിയിലേക്ക് ഉയർത്തെഴുന്നേറ്റതിൻ്റെ ആനന്ദം നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് പകരപ്പെടുന്നു എന്നുള്ളതാണ് ഉയർപ്പിൻ്റെ സന്ദേശം. ഒരു തുന്നൽക്കാരൻ തുന്നിക്കൊണ്ടിരിക്കുക, കൊച്ചുമകൾ താഴെയിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അവൾ നോക്കുമ്പോൾ, താഴെ നിന്ന് നോക്കുമ്പോൾ കുറേ ചരടുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു, പല നിറത്തിലുള്ളത്. അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ അപ്പൂപ്പൻ എന്താണ് കാട്ടുന്നതെന്ന് മനസ്സിൽ വിചാരിച്ചിരിക്കെ തുന്നൽ പൂർത്തിയാക്കി ആ കൊച്ചുമകളെ മടിയിൽ കയറ്റിയിരുത്തി ആ അപ്പൂപ്പൻ താൻ ചെയ്ത ആ വർക്ക് കാണിച്ചു കൊടുക്കുന്നു. അത് സുന്ദരമായ ഒരു പുഷ്പമായിരുന്നു. അടിച്ചു തകർക്കപ്പെട്ട ഒരുവൻ, അവൻ കല്ലറയിൽ അടയ്ക്കപ്പെട്ട ഒരുവൻ, ദാ 3-ാം ദിനം പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതാണ് ഈ സുന്ദര പുഷ്പം. നമുക്ക് മനസ്സിലാകാത്ത ദൈവത്തിൻ്റെ നിഗൂഢ പദ്ധതികളിൽ, രക്ഷാകരമായ പദ്ധതികളിൽ തൻ്റെ മകനെ ബലി കൊടുത്ത് മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപഭാരങ്ങളെ, കടഭാരങ്ങളെ നീക്കിക്കളഞ്ഞ ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിരിഞ്ഞ പുഷ്പമായി ക്രിസ്തു 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യെശയ്യായുടെ പ്രവചനം പോലെ ഈ ഭൂമുഖത്ത് നിന്ന് അവൻ മരണത്തെ തുടച്ചു നീക്കും. ആ തുടച്ചു നീക്കിയ അനുഭവം, ഇതിനു വേണ്ടിയുള്ള നമ്മുടെ ഒരുക്കമുണ്ടായിരുന്നല്ലോ. ഉപവാസം, ദൈവത്തോട് അടുത്തിരിക്കുക, ചിലതൊക്കെ വർജിക്കുക. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചവർക്ക്, ഉപവസിച്ച് ദൈവത്തിൻ്റെ അടുത്തിരുന്നവർക്ക് അവൻ അവരുടെ വഴിത്താരകളിൽ കൂടെ നടക്കുന്നവനായി സഹചാരിയായി വരുന്നു. എമ്മാവൂസ് അനുഭവം അതാണ്. കൂടെ നടക്കുന്നവനായി അവൻ വന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ നടന്ന അതേ ദൈവം മനുഷ്യരുടെ കൂടെ ആയിരിക്കുവാൻ, ഉപവസിക്കുവാൻ അവൻ കടന്നു വരുന്നു. മരണത്തെ ജയിച്ച് അവൻ അവരോട് കൂടെ നടന്നു. പ്രാർത്ഥിച്ചവർക്ക് ഉത്തരം നൽകി അവൻ അടച്ചു വെക്കപ്പെട്ട കല്ലുകൾ മാറ്റി ഉത്തരം നൽകുന്ന ദൈവമായി അവൻ കടന്നു വരുന്നു. കടന്നു വന്നപ്പോഴൊക്കെ അവൻ പറഞ്ഞത് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. ഉദ്യതനായവൻ്റെ സമാധാനം നമ്മുടെയൊക്കെ ഭവനങ്ങളിലും ഹൃദയങ്ങളിലും ഉണ്ടാകട്ടെ. ദാനധർമ്മം നടത്തി ഈ ദൈവത്തോട് അടുക്കുവാനായി ദൈവത്തിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചവർക്ക് തന്നെ തന്നെ ദാനമായി കൊടുത്തവൻ തമ്പുരാൻ. പ്രാതലൊരുക്കി അവൻ കാത്തിരുന്നു അവർക്ക് വേണ്ടി. അതുമാത്രമല്ല, അവർ ആ ദിനം അതിരാവിലെ എഴുന്നേറ്റ് കല്ലറയെങ്കിലേക്ക് പോയി. അവിടെ കല്ലുരുട്ടി മാറ്റി വെച്ചിരിക്കുന്നത് കണ്ടു. അവനെ ഒട്ട് അവിടെ കണ്ടുമില്ല. അപ്പോൾ ദൂതന്മാർ പറഞ്ഞത്രേ, ജീവനുള്ളവനെ നിങ്ങളെന്താണ് മരിച്ചവരുടെ ഇടയിൽ ഇങ്ങനെ അന്വേഷിക്കുന്നത്? അവർക്കൊന്നും മനസ്സിലായില്ല. ജീവനുള്ളവനെ എന്തിനാണ് മരിച്ചവരുടെ ഇടയിൽ നിങ്ങൾ അന്വേഷിക്കുന്നത്? അവർക്ക് പിന്നീട് മനസ്സിലാകുന്നു, അവൻ അവിടെ ആ കല്ലറയിൽ ഇരുന്ന് അഴിഞ്ഞു പോകേണ്ട ഒരു ശരീരമല്ല അവൻ്റെത്. അവൻ്റെ ശരീരം അവിടെ കാണാത്തതിന് കാരണം പിന്നീട് അവൻ തന്നെ ദാനമായി, അപ്പമായി തന്നെ തന്നെ വെച്ചു വിളമ്പുന്നതിന് വേണ്ടി അവൻ ഓരോ അൾത്താരയിലും തന്നെ വിളമ്പപ്പെടുന്നൊരപ്പമായി മാറ്റുന്നു. ദാനധർമ്മം അവൻ ദാനമായി നൽകുന്നതിലേക്ക് എത്തുന്നു. ഈ ഒരുക്കങ്ങളുടെ എല്ലാം പൂർത്തീകരണമായി ഇവിടെ തമ്പുരാൻ നമ്മുടെ കരങ്ങളിലേക്ക് എഴുന്നള്ളുന്നു. ഉദ്ധിതനായവൻ്റെ
ഉയർപ്പ് ഏറ്റവും അനുഭവവേദ്യമാകുന്നത് ഈ അൾത്താരയിലാണ്, ഈ ബലിവേദിയിലാണ്. അവൻ തന്നെ അപ്പവും വീഞ്ഞുമായി വെച്ച് വിളമ്പുമ്പോഴാണ്. കോവാദിസ് ഡൊമിനെ എന്നു പേരുള്ള മനോഹരമായൊരു ചലച്ചിത്രമുണ്ട്. അതിലെ നായകൻ ഒരു റോമൻ പടയാളിയാണ്. ആ റോമൻ പടയാളി ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ്, അവൾ ക്രിസ്ത്യാനിയാണ്. അവൻ അറിയുന്നില്ലത്. അവൾ ഇടയ്ക്കിടയ്ക്ക് അപ്രത്യക്ഷമാവുന്നത് കണ്ട് അവളുടെ പിന്നാലെ അവൻ ഒരു ചാരനായി ഇങ്ങനെ പോവുകയാണ്. എവിടെയാണ് ഇവൾ പോകുന്നത്? ഒരു ദിവസം അവൻ കണ്ടുപിടിക്കുന്നു, ഒരു ഭൂഗർഭാലയത്തിൽ മനുഷ്യർ ഒരുമിച്ച് കൂടി പത്രോസിന്റെ നേതൃത്വത്തിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തുന്നു. പുറത്ത് ഈ വിശ്വാസത്തെക്കുറിച്ച് റോമൻ പടയാളികൾ അറിഞ്ഞാൽ, റോമൻ രാജാവ് അറിഞ്ഞാൽ, നോക്കൂ, അവരുടെ ജീവിതം വാൾമുനത്തുമ്പുകളിലേക്ക്, വഴിമര വിളക്കുകളിലേക്ക്, സിംഹക്കുഴികളിലേക്ക് എറിയപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നവർ, അവർ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ അപ്പമുറിക്കൽ ശുശ്രൂഷയിൽ പാടുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ. അവന് മനസ്സിലായി, ഉദ്യതനായ ഈ ക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യനിലുള്ള വിശ്വാസമാണ് ഇവർക്ക് ഇത്ര ബലം നൽകുന്നത്. അവർക്ക് മരണം വളരെ നിസ്സാരമായി കരുതുന്നത്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത്, മരണമേ നിന്റെ വിജയം എവിടെ? നിന്റെ ദംശനം എവിടെ? അതിനെ അതിജീവിച്ച ഒരുവനിലുള്ള വിശ്വാസമാണ് അവരെ ഇതുപോലെ ബലപ്പെടുത്തുന്നത്, മരണത്തിന് മുമ്പിൽ അവരെ ധൈര്യപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് സെന്റ് അഗസ്റ്റിൻ പറഞ്ഞത്, വി ആർ ഈസ്റ്റർ പീപ്പിൾ, ഹല്ലേലൂയ ഈസ് അവർ സോങ്. നമ്മൾ ഈസ്റ്റർ പീപ്പിൾ ആണ്, ഹല്ലേലൂയയാണ് നമ്മുടെ ഗീതം. അങ്ങനെയാണെങ്കിൽ ഈ വിഷമതകളിൽ നിന്ന്, കഷ്ടതകളിൽ നിന്ന്, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരുവൻ, നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരകൾ കൂടെ വരുന്നൊരുവൻ, അവൻ നമുക്ക് വേണ്ടി പ്രാതലൊരുക്കി ഉത്തരം നൽകുന്നവനാണെങ്കിൽ, കല്ലറയെ കാവൽ തടുത്തുമാറ്റി കല്ലുരുട്ട് മാറ്റുന്നവനാണെന്നുള്ള വിശ്വാസം, ഈ പ്രത്യാശയിൽ, ഈ ആനന്ദത്തിലാണ് നാം ഈസ്റ്റർ ആഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായി അവൻ്റെ ഈ വലിയ ആഘോഷത്തിൽ പങ്കുചേരുമ്പോൾ, എല്ലാ വെണ്ണീറിനു പകരം പുഷ്പമാല്യവും, കണ്ണീരിനു പകരം ആനന്ദതൈലവും, വിലാപത്തിനു പകരം സ്തുതിയുടെ മേലങ്കിയും നൽകുന്ന തമ്പുരാൻ. എത്ര മനോഹരമായ ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ഈസ്റ്റർ എന്ന് മനസ്സിലായോ? തമ്പുരാൻ നമുക്ക് വേണ്ടി ഉദ്യതനായിരിക്കുന്നു. ആണിപ്പഴുതുള്ള കരം നീട്ടി അവൻ നമ്മളെ ക്ഷണിക്കുന്നു. ഉദ്ധാനത്തിൻ്റെ മഹിമയിലേക്ക് ഒരു നാൾ നിങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യും. വിധിയാളനായി ഞാൻ വരുന്ന ദിനം ഇവിടുത്തെ ഈ ഭൂമിയിലെ സകല കല്ലറകളും തുറക്കപ്പെടുകയും അതൊക്കെ ശൂന്യമാകുകയും ചെയ്യും എന്ന പ്രത്യാശ. ഇതാണ് ഈസ്റ്റർ. ആ ഒരു ദിനത്തിനു വേണ്ടി നോക്കിപ്പാർക്കുന്ന ജനതയായി, ഹല്ലേലൂയ ഗീതികളുമായി, നിലപാടുകളുള്ള മനുഷ്യരായി, പ്രകാശത്തിൻ്റെ മക്കളായി, ഇരുളിൻ്റെ ആധിപത്യം അവസാനിപ്പിച്ച് ഉയർത്തെഴുന്നേറ്റവനിൽ വിശ്വസിക്കുന്ന മക്കളായി മാറുന്നു ഈ ദിനം നാം. ഇതിൽ പരം എന്ത് സന്തോഷമാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് ആ ദൂതന്മാർ ചോദിച്ചത്, ജീവിക്കുന്ന ഈ മനുഷ്യനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ എന്തിനാണ് അന്വേഷിക്കുന്നത്? നിന്റെ പ്രതീക്ഷകൾ മരിച്ചിട്ടുണ്ടാകാം, നിന്റെ ജീവിതത്തിൽ സങ്കടങ്ങളും വേദനകളും ഉണ്ടായിട്ടുണ്ടായേക്കാം, നീ പ്രത്യാശിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നടന്നിട്ടില്ല എന്ന് നീ നിരാശപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ഉദ്ധാന ദിനം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ആനന്ദം, ഈ തകർക്കപ്പെട്ട കല്ലറയ്ക്കപ്പുറത്ത് അവൻ സ്വർഗത്തിൻ്റെ വാതിൽ നമുക്കായി തുറന്നിരിക്കുന്നു. അതിൻ്റെ കാഹളധ്വനിയാണ് ഹല്ലേലൂയ ഗീതം. ഉരുട്ടിമാറ്റപ്പെട്ട കല്ലിനപ്പുറം നമുക്ക് വേണ്ടി പാപത്തിൻ്റെതായ എല്ലാ കടഭാരങ്ങളെയും നീക്കിക്കളഞ്ഞതിൻ്റെ കാഹളധ്വനിയാണ് ഈസ്റ്റർ. ഇവിടെ ശൂന്യമായ ഈ കല്ലറയ്ക്കപ്പുറം നമ്മുടെയൊക്കെ കുഴിമാടങ്ങൾ ശൂന്യമാകുന്നൊരു ദിനം, ഉദ്യതനായവൻ്റെ മുമ്പിൽ കരം കൂപ്പി നിൽക്കുന്നൊരു ദിനം, അവനെ മുഖാഭിമുഖം കാണുന്നൊരു ദിനം. ആ ദിനത്തെ നോക്കിപ്പാർക്കുന്നവരാണ് പുതിയ ഇസ്രയേലായ നാം. അതുകൊണ്ടാണ് അഗസ്റ്റിൻ്റെ വാക്കുകൾ പ്രിയതരമാകുന്നത്. വി ആർ ഈസ്റ്റർ പീപ്പിൾ, ഹല്ലേലൂയ ഈസ് അവർ സോങ്. നമ്മൾ ഈസ്റ്റർ ജനതയാണ്, ഹല്ലേലൂയയാണ് നമ്മുടെ ഗീതം. ഒന്ന് കണ്ണടച്ച്, കഴിയുന്നവർ ഒന്ന് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച്.
മനസ്സിൽ മൗനമായി ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, പെസഹാ ത്രിദിനത്തിൻ്റെ 3-ാം ദിനമായ ജീവന്റെ ദിനമായ ഇന്ന് ഉദ്യതനായ ക്രിസ്തുവിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പകർന്നു തരുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ നോമ്പുകാലത്തെ ഒരുക്കങ്ങളെ, ഉപവാസങ്ങളെ, പ്രാർത്ഥനകളെ, ദാനധർമ്മങ്ങളെ എല്ലാം നിന്റെ തിരുമുമ്പിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഉപവസിക്കുന്നവർ അവരുടെ കൂടെയായിരിക്കുവാൻ, കൂടെ വസിക്കുവാൻ, കൂടെ നടക്കുവാൻ സഹചാരിയായ ഒരു ദൈവം എമ്മാവൂസ് അനുഭവത്തിലേക്ക് ഞങ്ങളെയും നയിക്കണമേ. പ്രാർത്ഥിക്കുമ്പോൾ കല്ലറ പൊട്ടിച്ച് ഉത്തരം നൽകുന്നൊരു ദൈവം ഞങ്ങൾക്ക് അവനെ കാണിച്ചു തന്നതിന് നന്ദി. പ്രാർത്ഥനയ്ക്ക് ശേഷം, ഉപവാസത്തിന് ശേഷം തന്നെ ദാനം തന്ന ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ അപ്പമായി മാറുന്ന അനുഭവത്തിൽ, മുറിക്കപ്പെടുന്നതിൽ ഒക്കെയും നിന്റെ തിരുമുഖം ദർശിക്കുവാൻ, ഉദ്യതനായവന്റെ തിരുമുഖം ദർശിക്കുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.